ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമുക്കിന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് നമുക്കൊന്നുകൂടി നോക്കാം, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അതിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ 3 മെത്തേഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡും ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡും. ഇതിൽ ഫോർമുല നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ അതല്ലെങ്കിൽ KE ഈക്വൽസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100, അതല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. ഇനി നെക്സ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡായ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് ആണെങ്കിൽ ഗ്രോത്ത് റേറ്റ് ഫാക്ടർ കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽസ് D1 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് G. D1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്, നമ്മൾ ലാസ്റ്റ് ഇയർ എത്ര ഡിവിഡൻ്റാണ് പേ ചെയ്തത്, അതിൻ്റെ ഒപ്പം ഇവിടെ നമ്മുടെ ഗ്രോത്ത് റേറ്റ് എത്രയാണ് അതുകൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻ്റാണ് D1 എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈക്വൽസ് D1 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 പ്ലസ് G. ആ ഫോർമുല കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായ തേർഡ് മെത്തേഡ്, ഏർണിംഗ് പ്രൈസ് മെത്തേഡ്. According to this method, the cost of equity capital is a discount rate that equates the present value of future expected earnings per share with the current market price or net proceeds per share. ഇതിൽ ഏർണിങ്സ് പ്രൈസ് മെത്തേഡിൽ പറയുന്നത് നമുക്ക് ഒരു ഷെയറിന്, ഒരു ഇക്വിറ്റി ഷെയറിന് നമുക്ക് എത്രയാണ് ഒരു കമ്പനിക്ക് ഏർണിങ്സ് ലഭിക്കുന്നത്, ഇൻകം ലഭിക്കുന്നത്, അതും ആ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, ഇത് രണ്ടിനെയും കമ്പാരിസണാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഒരു പർട്ടിക്കുലർ ഇക്വിറ്റി ഷെയറിന് നമുക്ക് എത്രയാണ് ഒരു കമ്പനിക്ക്, നമുക്കെന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ കമ്പനിയാണ്, ഒരു കമ്പനിക്ക് എത്രയാണ് ഏർണിങ്സ് ലഭിക്കുന്നത്, ഇൻകം ലഭിക്കുന്നത്, അതും അതിൻ്റെ ഒപ്പം മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറും കറണ്ട് സിനാരിയോയിൽ എത്രയാണ് ആ ഷെയറിൻ്റെ വില, അതും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് നമ്മൾ നോക്കുന്നത്. ഫോർമുല നമുക്കറിയാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈക്വൽസ് EPS ഡിവൈഡഡ് ബൈ MP or NP ഇൻറ്റു 100. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈക്വൽസ് ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് ആണ് നമുക്ക് തന്നതെങ്കിൽ നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് യൂട്ടിലൈസ് ചെയ്യാം, അതല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നതെങ്കിൽ മാർക്കറ്റ് പ്രൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കാണാം. ഇവിടെ EPS എന്ന് പറയുന്നത് ഏർണിങ്സ് പെർ ഷെയർ ആണ്. അതായത് ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്, ഒരു ഇക്വിറ്റി ഷെയറിന് നമുക്ക് കമ്പനിക്ക് എത്രയാണ് ഏർണിങ്സ് ലഭിക്കുന്നത്, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. therefore കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈക്വൽസ് EPS ഡിവൈഡഡ് ബൈ MP ഇൻറ്റു 100. നമുക്കപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. EPS മെത്തേഡ് യൂട്ടിലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ കമ്പനി ഈസ് കൺസിഡറിങ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് 50 lakhs ഫോർ എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. The relevant information is as follows. Number of existing equity share 10 lakhs. Market value of existing share 60 rupees. Net earnings 90 lakhs. Compute the cost of existing equity share capital and of new equity share capital assuming that new shares will be issued at a price of rupees 55 per share. And the cost of new issue will be rupees 5 per share. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ്. കറൻ്റ്ലി കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 10 ലക്ഷം ഇക്വിറ്റി ഷെയർ ഓൾറെഡി ഉണ്ട്. അതാണ് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് 10 lakhs എന്ന് പറയുന്നത്. 10 lakhs ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, എമൗണ്ട് അല്ല, നമ്പറാണ്. 10 lakh ഇക്വിറ്റി ഷെയർസ് കമ്പനിയിൽ ഇപ്പോൾ ഉണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ, ഈ 10 ലക്ഷം ഷെയറിൻ്റെ ഓരോ ഷെയറിനും മാർക്കറ്റ് വാല്യൂ വരുന്നത് 60 രൂപയാണ്. ഓക്കെ, നെറ്റ് ഏർണിങ്സ് 90 lakhs റുപ്പീസിലാണ്. അപ്പോൾ ഈ 10 ലക്ഷം ഷെയറിന് കമ്പനിക്ക് ലഭിക്കുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് 90 lakhs ആണ്. ഓക്കെ, കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതൊരു പാർട്ടാണ്. ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പാർട്ടാണ് കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതാണ് എ പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്
New equity share capital, assuming that new shares will be issued at a price of 55 rupees per share and the cost of new issue will be rupees 5 per share. അപ്പോൾ ഇതിൽ പറയുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് നമ്മൾ KE നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു പാർട്ട് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പുതിയ ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നു. 55 റുപ്പീസാണ് പെർ ഷെയറിൻ്റെ എമൗണ്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ കോസ്റ്റ് പറയുന്നത്, അതായത് ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഒരു ഷെയറിന് 5 രൂപ വീതം ഫ്ലോട്ടേഷൻ കോസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് പാർട്ട് പറയുന്നത്. നമുക്ക് ആദ്യം എന്തായാലും ആദ്യത്തെ പാർട്ട് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഫോർമുല നമുക്കറിയാം, EPS ആണ്, ഏർണിങ്സ് പ്രൈസ് പെർ ഷെയർ ആണ് തരുന്നതെങ്കിൽ, കാരണം ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യനിൽ നെറ്റ് ഏർണിങ്സ് 90 lakhs തന്നിട്ടുണ്ട്. അപ്പോൾ ഏർണിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് EPS മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ KE ഈക്വൽസ് EPS ഡിവൈഡഡ് ബൈ MP ഇൻറ്റു 100, ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതിന് മുന്നേ ഒരു കാര്യം, ഇത് ചെയ്യുന്നതായിട്ട് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് ഫോളോ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഇവിടെ ക്വസ്റ്റ്യനിൽ നെറ്റ് ഏർണിങ്സ്, കമ്പനിക്ക് ലഭിക്കുന്ന ഏർണിങ്സ് എത്രയാണ്, 90 lakhs ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അതേപോലെ മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഫോളോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയറും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെയർഫോർ വി ഫോളോ ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ നമുക്ക് നോക്കുമ്പോൾ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നെറ്റ് ഏർണിങ്സ് തന്നിട്ടുണ്ട് 90 lakhs. അതേപോലെ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ 10 lakhs തന്നിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിൽ 10 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ആ 10 ലക്ഷം ഇക്വിറ്റി ഷെയർസിന് നമുക്ക് 90 lakhs റുപ്പീസാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്, ഒരു ഇക്വിറ്റി ഷെയർ നമുക്ക് ലഭിക്കുന്ന ഏർണിങ്സ് എത്രയാണ്, 90 lakhs ഡിവൈഡഡ് ബൈ 10 lakhs, rupees 9. നമുക്ക് ടോട്ടൽ ഏർണിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും തന്നിട്ടുണ്ട്. ദെയർഫോർ ഒരു ഇക്വിറ്റി ഷെയറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏർണിങ്സ് അറിയാനായിട്ട് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, സിമ്പിളാണ്. 90 lakhs ഡിവൈഡ് ബൈ 10 lakhs, rupees 9 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് EPS ലഭിച്ചേ. ഇനി അടുത്തത് ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈക്വൽസ് EPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. EPS rupees 9 നമുക്കറിയാം. മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ MPS നമുക്കറിയാം 60 രൂപയാണ്. ദെയർഫോർ 9 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100, 15%. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു, കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 15%. സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. നമ്മൾ പുതിയ ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ്, 55 രൂപ പെർ ഷെയറും ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5 രൂപ പെർ ഷെയറും ആണെങ്കിൽ, ആ സിറ്റുവേഷനിൽ എത്രയായിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫോർമുല നമുക്കറിയാലോ, EPS ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈക്വൽസ് ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 9 rupees നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോകുമ്പോൾ കമ്പനിക്ക് വരുന്ന ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്, ആ ഇഷ്യൂയിലൂടെ 55 രൂപയാണ് പെർ ഷെയർ വരുന്നതും അതിൽ 5 രൂപയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റും. അപ്പോൾ ടോട്ടൽ നെറ്റ് കോസ്റ്റ് ടോട്ടൽ നെറ്റ് പ്രൊസീഡ്സ് ഫോർ ദ കമ്പനി ഈക്വൽസ് 55 മൈനസ് 5, 50 രൂപയാണ് വരുന്നത്. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ലഭിച്ചിട്ടുണ്ട്. EPS ഡിവൈഡ് ബൈ NP ഇൻറ്റു 100, 9 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100, ദാറ്റ് ഈസ് 18%. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ യൂസിങ് ഏർണിങ്സ് പ്രൈസ് മെത്തേഡ്, EPS ഏർണിങ്സ് പെർ ഷെയർ മെത്തേഡിലൂടെ നമ്മൾ ചെയ്തിരുന്നത് EPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓർ NP ഇൻറ്റു 100 ആണ്. എപ്പോഴൊക്കെയാണ് കമ്പനിയുടെ നെറ്റ് ഏർണിങ്സ് തരുന്നത് അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ തരുന്നത്, അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. അടുത്ത ടോപ്പിക്കാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അഥവാ CAPM. നമുക്ക് നോക്കാം. According to this approach, the return on equity shares depend on the amount of risk associated with it. In this risk, it is measured. The risk is measured by beta. നമ്മളൊരു ബിയുടെ ചിഹ്നം താഴോട്ടിട്ടുള്ള ബേറ്റ എന്ന് പറഞ്ഞ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിസ്ക് എന്ന് പറയുന്നതാണ് ബേറ്റ ഫിഗർ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ CAPM പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇക്വിറ്റി ഷെയറിന് ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്ന ഡിവിഡൻഡ് അതല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് അത് ആ ഇക്വിറ്റി ഷെയറായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന റിസ്ക് എത്രയാണ് അതായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ആ റിസ്ക് ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വിറ്റി ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ റിസ്ക്. അതായത് കമ്പനി എപ്പോൾ വേണമെങ്കിലും നഷ്ടത്തിലാവാം, കമ്പനി എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാവുന്ന സാധ്യത വരാം. എനി ടൈം ലിക്വിഡേഷൻ ഓഫ് ദ കമ്പനി ക്യാൻ ഹാപ്പൻ. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ എന്തായാലും അവിടെ ഏതൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയറിന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ, ക്യാപിറ്റൽ അസ് എ പ്രൈസിങ് മോഡലിൽ CAPM മെത്തേഡിൽ നമ്മൾ പറയുന്നത് ഇക്വിറ്റി ഷെയറിന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ ആ അസോസിയേറ്റഡ് റിസ്ക് ആയിട്ട്, ആ കമ്പനിയിൽ ഇരിക്കുന്ന റിസ്ക് ആയിട്ട് കമ്പയർ ചെയ്ത് അസോസിയേറ്റഡ് ആണ്, അതായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഈ റിസ്ക് ഫാക്ടറിൽ, ബേറ്റ ഫാക്ടറിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് KE ഈക്വൽ RF പ്ലസ് ബേറ്റ ഇൻറ്റു RM മൈനസ് RF. ഒന്നുകൂടി പറയാം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ KE ഈക്വൽസ് RF പ്ലസ് ബേറ്റ ഇൻറ്റു RM മൈനസ് RF. KE എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ നമുക്കറിയാവുന്നതാണ്. RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. RM എന്ന് പറയുന്നത് ആവറേജ് മാർക്കറ്റ് റിട്ടേൺ. ബേറ്റ എന്ന് പറയുന്നത്, B എന്ന് പറയുന്നത് ദ ബേറ്റ കോഎഫിഷ്യൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോറി, B എന്ന് നമ്മൾ പറയില്ല, ബേറ്റ എന്ന് തന്നെയാണ് പറയേണ്ടത്. ബേറ്റ ഈക്വൽസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമുക്ക് റിസ്ക് റിലേറ്റഡ് ആയിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്, ആ സിറ്റുവേഷൻ നമ്മൾ CAPM, ക്യാപിറ്റൽ ആസ് എ പ്രൈസിങ് മോഡൽ മെത്തേഡാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. വെയറിൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ KE ഈക്വൽസ് RF പ്ലസ് ബേറ്റ ഇൻറ്റു RM മൈനസ് RF, ദാറ്റ് ഈസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ബേറ്റ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ആവറേജ് മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസിയായി കിട്ടും. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. You are given the following data relating to a company. Risk-free rate of return 11%. Beta coefficient of the firm is 1.25. Compute the cost of equity capital under CAP model assuming a market return of 15% next year. What would be the cost of equity if beta coefficient increases to 1.75%? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലും രണ്ട് പാർട്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, ഒന്ന് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, അസ്യൂമിങ് a market return of 15%. ഇതാണ് ആദ്യത്തെ പാർട്ടും. സെക്കൻഡ് പാർട്ട് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ തന്നെ കണ്ടുപിടിക്കണം ഇഫ് ബേറ്റ കോഎഫിഷ്യൻ ഇൻക്രീസസ് ടു 1.75%. റിസ്ക് അസോസിയേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ വി നോ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഫോർമുല KE ഈക്വൽസ് RF പ്ലസ് ബേറ്റ ഇൻറ്റു RM മൈനസ് RF. ഇതിൽ നമുക്ക് RF തന്നിട്ടുണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ 11%. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ബേറ്റ ആണ്. ബേറ്റ കോഎഫിഷ്യൻ ഫാക്ടർ തന്നിട്ടുണ്ട് 1.25. ബേറ്റ കോഎഫിഷ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവറേജ് മാർക്കറ്റ് റിട്ടേൺ അതല്ലെങ്കിൽ RM കൂടി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. മാർക്കറ്റ് റിട്ടേൺ ഓഫ് 15% നെക്സ്റ്റ് ഇയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഇൻപുട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. ജസ്റ്റ് ആ ഫോർമുലയിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈക്വൽസ് RF പ്ലസ് ബേറ്റ ഇൻറ്റു RM മൈനസ് RF. ദാറ്റ് ഈസ് ആദ്യത്തെ പാർട്ട് 1.25 ആണ് കോഎഫിഷ്യൻ, ബേറ്റ കോഎഫിഷ്യൻ 1.25 ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാകും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈക്വൽസ് 11% പ്ലസ് 1.25 ഇൻറ്റു 15 മൈനസ് 11%. നമുക്ക് തന്ന ഡാറ്റയിൽ തന്ന ഇൻപുട്ട് നമ്മൾ ഡയറക്റ്റ് ഫോർമുലോട്ട് അപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 11 പ്ലസ് 1.25 ഇൻറ്റു 15 മൈനസ് 11%. ദാറ്റ് ഈസ് 15 മൈനസ് 11 എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു 1.25 എന്ന് പറയുന്നത് 5%. Therefore 11 പ്ലസ് 5% ദാറ്റ് ഈസ് 16% ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ അണ്ടർ പാർട്ട് 1. ഇതിൻ്റെ ഒന്നുകൂടി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് RF പ്ലസ് ബേറ്റ ഇൻറ്റു RM മൈനസ് RF ആണ്. ഇതിൽ നമുക്ക് ബേറ്റ കോഎഫിഷ്യൻറ്റ് 1.25 എന്ന് തന്നിട്ടുണ്ട്. RF എന്ന് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ 11% തന്നിട്ടുണ്ട്. RM ആവറേജ് മാർക്കറ്റ് റിട്ടേൺ 15% തന്നിട്ടുണ്ട്. ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. 11 പ്ലസ് 1.25 ഇൻറ്റു 15 മൈനസ് 11 ദാറ്റ് ഈസ് 1.25 ഇൻറ്റു 4 എന്ന് പറയുന്നത് 5% ആണ്. 11 പ്ലസ് 5 ദാറ്റ് ഈസ്
16% ആണ് പാർട്ട് 1 കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ബേറ്റ കോഎഫിഷ്യൻറ്റ് 1.75 ആവുകയാണെങ്കിൽ എത്രയാകും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്കിതിലാകെ ബേറ്റ കോഎഫിഷ്യൻറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ, 1.75 ആവുന്നുള്ളൂ. ബാക്കിയെല്ലാം ഡാറ്റയും അതേ റിമൈനിങ് ആണ്. RF ആയാലും ആവറേജ് മാർക്കറ്റ് റിട്ടേൺ RM ആണെങ്കിലും സെയിം ഡാറ്റ സെയിം കോൺസ്റ്റൻറ്റ് ഫിഗർ തന്നെയാണ് റിമെയിൻ ചെയ്യുന്നത്. 11 പ്ലസ് 1.75 ഇൻറ്റു 15 മൈനസ് 11 ദാറ്റ് ഈസ് 4 ഇൻറ്റു 1.75 എന്ന് പറയുന്നത് 7% ആണ്. ദെർഫോർ 11 പ്ലസ് 7% 18% ആണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ബേറ്റ കോഎഫിഷ്യൻറ്റ് 1.25 ആവുമ്പോഴും അതേപോലെ ബേറ്റ കോഎഫിഷ്യൻറ്റ് 1.75 ആണ് തരുന്നതെങ്കിൽ രണ്ട് മെത്തേഡിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല, നമ്മൾ റിസ്ക് അസോസിയേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ബേറ്റ കോഎഫിഷ്യൻറ്റ് ഫാക്ടർ യൂട്ടിലൈസ് ചെയ്യണം. ഇതിൻ്റെ ഫോർമുല വരുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈക്വൽസ് RF പ്ലസ് ബേറ്റ ഇൻറ്റു RM മൈനസ് RF. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. There is an opportunity cost involved in retained earnings. It refers to the rate of return which shareholder can obtain by investing the after-tax dividend in other securities. Okay. ആദ്യം തന്നെ എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് ഞാൻ പറയാം. നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിന് ആദ്യം തന്നെ നമ്മൾ ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് എമൗണ്ട് എത്രയാണ് അതിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നു. ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് എമൗണ്ട് എത്രയാണ്, നമുക്ക് ലഭിച്ച പ്രോഫിറ്റ് നമ്മൾ ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയും ടാക്സ് അടയ്ക്കുകയും ചെയ്തതിന് ശേഷം റിമൈനിങ് എമൗണ്ട് എത്രയാണ് അതിന് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുകയും ആഫ്റ്റർ റിമൈനിങ് എമൗണ്ട് എത്രയാണ് വരുന്നത് അത് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, നെക്സ്റ്റ് റിമൈനിങ് എമൗണ്ടിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് എത്രയാണ് എമൗണ്ട് റിമെയിൻ ചെയ്യുന്നത് അത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് എത്രയാണ് എമൗണ്ട് റിമെയിൻ ചെയ്യുന്നത്, എത്ര പ്രോഫിറ്റാണ് കമ്പനിക്ക് റിമെയിൻ ചെയ്യുന്നത് അതിന് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നു. ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിനും ഡിബെഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനിക്ക് എത്രയാണ് പ്രോഫിറ്റ് റിമെയിൻ ചെയ്യുന്നത് അതാണ് കമ്പനിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റിട്ടേണും ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്ന റിട്ടേണൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനിക്ക് എത്രയാണ് കമ്പനിയുടെ കയ്യിൽ റിമൈനിങ് പ്രോഫിറ്റ് വരുന്നത് അതാണ് കമ്പനിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ ഏർണിങ്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് കമ്പനിക്ക് വേണമെങ്കിൽ ഫർദർ എക്സ്പാൻഷൻ, ഫർദർ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനോ ഈ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്ത് കമ്പനിക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന ഷെയർ ഹോൾഡേഴ്സും ഡിബെഞ്ചർ ഹോൾഡേഴ്സും അതേപോലെ അവർക്ക് കൊടുക്കേണ്ട ടാക്സും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനിക്ക് മിച്ചം വരുന്ന റിമൈനിങ് എമൗണ്ട് എത്രയാണ്, കമ്പനിയുടെ ഫർദർ എക്സ്പാൻഷനോ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ തക്ക രീതിയിലുള്ള എമൗണ്ട് എത്രയാണ് അതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് നമുക്ക് റിമൈനിങ് എമൗണ്ട് എത്രയാണ് വരുന്നത് ആ കമ്പനി, ആ ഒരു ഇൻഡിവിജ്വൽ കമ്പനി ആ റീറ്റെയിൻഡ് ഏർണിങ്സ് വേണമെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുക. ആ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് ലഭിക്കുന്ന റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിനും ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ റിമൈനിങ് 1 ലക്ഷം രൂപ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ റീറ്റെയിൻഡ് ഏർണിങ്സ് വേണമെങ്കിൽ ആ 1 ലക്ഷം രൂപ വേണമെങ്കിൽ എനിക്ക് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പുതിയൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. 8% അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് വരുന്നതെങ്കിൽ എനിക്കതിന്ന് റിട്ടേൺ ലഭിക്കുന്നു. ആ റിട്ടേണിൻ്റെ കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് ഓഫ് സച്ച് റിട്ടേൺ, റേറ്റ് ഓഫ് സച്ച് റിട്ടേൺ, അതിനാണ് ഇവിടെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല KR എന്നാണ് ഇവിടെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. KR ഈക്വൽസ് D or MPS ഡിവൈഡഡ് ബൈ MP ഇൻറ്റു 100, വേറിൻ KR എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്, D എന്ന് പറയുന്നത് ഡിവിഡൻഡ് അതല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഇനി ഇതോടൊപ്പം ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഗ്രോത്ത് റേറ്റ് കൂടി തന്നിട്ടുണ്ടെങ്കിൽ, G ഫാക്ടർ കൂടി തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. ഗ്രോത്ത് റേറ്റ് തരുന്ന സിറ്റുവേഷനിലാണെങ്കിൽ D or MPS ഡിവൈഡഡ് ബൈ MP ഇൻറ്റു 100 പ്ലസ് G.
ഗ്രോത്ത് റേറ്റ് കൂടി ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിവിഡൻഡ് അതല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ, ഡിവിഡൻഡ് അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. Cost of retained earnings is the same as that of equity capital, but in practical terms, the cost of retained earnings is less than cost of equity capital as there is no expense on brokerage and tax paid on dividend. നമ്മൾ തിയറിറ്റിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സും അതേപോലെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലും സിമിലർ ആണ്. പക്ഷേ നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഡിവിഡൻഡ് ഹോൾഡേഴ്സിനും ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും കൊടുത്തു കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് കീപ്പ് ചെയ്യുന്നത്. അതായത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനുള്ള ഇൻട്രസ്റ്റ് എല്ലാം കൊടുത്തു ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് വരുന്ന ഡിവിഡൻഡ് റിമൈനിങ് എമൗണ്ടിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കൊടുക്കുന്നു. അതിനുശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിലാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഹയർ ദാൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, wherein cost of equity capital നമുക്ക് തരികയാണ്, ക്വസ്റ്റ്യനിൽ തരികയാണ്. ആൻഡ് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ദ ഫോർമുല ടു ബി അപ്ലൈഡ് ഈസ് KR ഈക്വൽസ് KE ഇൻറ്റു 1 - T ഇൻറ്റു 1 - B. ഇവിടെ KR എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് ആണ്, KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, T ടാക്സ് റേറ്റ് ആണ്, B എന്ന് പറയുന്നത് ബ്രോക്കറേജ് കോസ്റ്റ് ആണ്. അത് നമുക്ക് വരുന്ന ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണ് അതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യനിൽ നമുക്ക് സിറ്റുവേഷൻ വരികയാണ്, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ തന്നിട്ട് നമ്മുടെ അടുത്ത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഫോർമുല നമ്മൾ യൂസ് ചെയ്യേണ്ടത് KE ഇൻറ്റു 1 - T ഇൻറ്റു 1 - B, വേർ T എന്ന് പറയുന്ന ടാക്സ് റേറ്റും B എന്ന് പറയുന്നത് ബ്രോക്കറേജ് കോസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫേംസ് KE ഈസ് 15%. The average tax rate of shareholders is 40% and it is expected that 2% is brokerage cost that shareholders will have to pay while investing their dividend in alternative securities. What is the cost of retained earnings? നമ്മളടുത്ത് പറയുന്നത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. വേറെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ അതല്ലെങ്കിൽ KE തന്നിട്ടുണ്ട് 15% എന്നും, ദ ആവറേജ് ടാക്സ് റേറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 40%, T തന്നിട്ടുണ്ട് 40% ആണ്, ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് 2% ഈസ് ബ്രോക്കറേജ് കോസ്റ്റ്. ബിയും തന്നിട്ടുണ്ട് ബ്രോക്കറേജ് കോസ്റ്റ് 2% തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. നമുക്ക് ഫോർമുല അറിയാവുന്നതാണ്. KR എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ഇൻറ്റു 1 - ബ്രോക്കറേജ് കോസ്റ്റ് ആണ്. 15% ഇൻറ്റു 1 - 40% ഇൻറ്റു 1 - 2%. അപ്പോൾ നമ്മൾ ഈ പെർസെൻറ്റേജ് നമ്മൾ ഡെസിമൽ ഫാക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 - 0.4, 40/100 ആണ്, 0.4 ആകും, ഇൻറ്റു 1 - 0.02, 2% ആണ്, 2/100, ദാറ്റ് ഈസ് 0.02. Therefore KR ഈക്വൽസ് 15% ഇൻറ്റു 1 - 0.4 ഇൻറ്റു 1 - 0.02, ദാറ്റ് ഈസ് 15% ഇൻറ്റു 0.6 ഇൻറ്റു 0.98, ദാറ്റ് ഈസ് 8.82% ആണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് വരുന്നത് KR. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ബ്രോക്കറേജ് കോസ്റ്റും തന്നിട്ടുണ്ടായിരുന്നു, ടാക്സ് റേറ്റും തന്നിട്ടുണ്ട്. ഫോർമുലയിൽ അപ്ലൈ ചെയ്യേണ്ട ഇൻപുട്ട് ഡാറ്റ ഫുൾ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് അത് അപ്ലൈ ചെയ്തെന്ന് മാത്രം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നേരത്തെ ഈ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ ഞാൻ പറഞ്ഞ ഫോർമുല KR ഈക്വൽസ് D or MPS ഡിവൈഡ് ബൈ MP ഇൻറ്റു 100 ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. D or EPS ആണ്, മാർക്കറ്റ് പ്രൈസ് അല്ല, ഏർണിങ്സ് പെർ ഷെയർ ആണ്. Therefore KR കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് അതല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. D or EPS ആണ്. അതൊന്ന് റെക്ടിഫൈ ചെയ്തോളൂ എല്ലാവരും. D or EPS ഡിവൈഡഡ് ബൈ MP ഇൻറ്റു 100 ആണ് വരുന്നത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് നമുക്ക് രണ്ട് തരത്തിൽ, ഒന്ന് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ മാർക്കറ്റ് പ്രൈസും തരികയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഫോർമുല നമുക്കറിയാം. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലും ബ്രോക്കറേജ് കോസ്റ്റൊക്കെയാണ് നമുക്ക് തരുന്നതെങ്കിൽ ഫോർമുല KE ഇൻറ്റു 1 - T ഇൻറ്റു 1 - B. താങ്ക് യു ഓൾ.